എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കിടക്കാച്ചി ഫിഷിന്റെ റെസിപ്പി ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവരെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നല്ല തനി നാടൻ കേരള സ്റ്റൈൽ വാഴയിലയിൽ പൊള്ളിച്ച മീൻ്റെ റെസിപ്പിയാണ്. കാണുന്ന പോലെ തന്നെ അടിപൊളി ലുക്കും ടേസ്റ്റും ഗ്യാരണ്ടീഡ് ആണ്. സോ നമ്മളിവിടെ കേര 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ നമുക്ക് ആ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ടൊരു മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, പകുതി സവോള ഇത്രയും ആഡ് ചെയ്യുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതാണ് നമ്മൾ പൗഡേഴ്സ് എടുക്കുന്നത്. ഞാൻ മെഷർമെന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നതാണ്. ശേഷം ഒരു പകുതി നാരങ്ങ അതിന്റെ സീഡ്സ് റിമൂവ് ചെയ്ത ശേഷം നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് ചേർക്കുക. നമ്മൾ ഇത്രയും വെച്ചിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിൽ അത് നന്നായ പേസ്റ്റ് ഫോമിൽ വന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ വാട്ടറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഇനി നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് 1 by 1 ആഡ് ചെയ്യാവുന്നതാണ്. പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ കേരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫിഷാണ്, അയല, മത്തി, ചൂര, ഇത് ഏത് മീനാണെങ്കിലും സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കൈ വെച്ചിട്ട് തന്നെ ആ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മുടെ ഫിഷിലെ എല്ലാ പോർഷനിലും എത്തുന്നത് അത് കറക്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇനി നമ്മൾ പുതിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ വെളിച്ചെണ്ണയായിരിക്കും നമ്മുടെ എൻ്റെ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ജസ്റ്റ് ഒന്ന് 2 സൈഡും 2 മിനിറ്റ്സ് വെച്ചിട്ടൊന്ന് തിരിച്ചിടും, മൊത്തത്തിൽ കുക്ക് ചെയ്തെടുക്കത്തില്ല. അപ്പം നമ്മൾ ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞാൻ കറിവേപ്പില അങ്ങനെ കഴുകി വെച്ചപ്പോഴത്തേന് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് പൊട്ടിത്തെറിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസുകൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ വളരെയധികം ചൂടായിരിക്കും ഈ സമയത്ത്, അതുകൊണ്ട് തന്നെ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഫിഷ് പീസസുകൾ പാനിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഫിഷ് ശരിക്കും ഒരു 50 to 60% ആണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. ശേഷം ബാക്കി പകുതി നമ്മൾ മസാലയോടൊപ്പം വാഴയിൽ പൊതിഞ്ഞിട്ട് ഓവനിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സൈഡ് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്ത ശേഷം ഒരു തവി ഉപയോഗിച്ച് വീണ്ടും തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 5 മിനിറ്റ്സ് ആണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടേൺ ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ റെസിപ്പി ശരിക്കും ഷൈൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നെ, ഹരിച്ചേട്ടൻ. അപ്പം സ്പെഷ്യൽ മെൻഷൻ ടു ചേട്ടൻ ആസ് വെൽ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസുകൾ വേറൊരു വെസലിലാക്കി മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിനി മസാല പ്രിപ്പറേഷനാണ്. സോ അതിനായിട്ട് ഈ സെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ അഡീഷണൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ഓയിലിലേക്ക് നമ്മളിനി എന്ത് ചെയ്യുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ സവോള 1.5 സവോളയാണ്. 1/2 സവോള നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 1.5 സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴണ്ട് എടുക്കണം. ഇപ്പോൾ സവോള എത്രത്തോളം വഴണ്ട് ആ കറക്റ്റ് ഫോമിലോട്ട് വരുന്നു, ഒരു ഗോൾഡൻ കളർ വരുന്നു, അത്രയും ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മസാലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ്സ് മിനിമം ഇതിന് ഫുള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി എടുക്കും. പിന്നെ അതിലേക്കൊരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി പൗഡേഴ്സ് ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്രയുമാണ് നമ്മൾ മസാല ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉലുവയുടെ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉലുവ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉലുവയുടെ മാത്രം അളവൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ ഉലുവ നമുക്കൊരു കയ്പ്പ് കറിക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതും വരെ നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയിൽ എപ്പോഴും നമുക്ക് ആ ഒരു അവസാനം ഇതെല്ലാം ആയ ശേഷം ആ ഒരു തക്കാളിയുടെ എല്ലാം ഒരു പീസസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു 5 മിനിറ്റ്സിന്. അതിനായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. നമ്മുടെ മസാല റെഡിയാണ്.
ഒരു അഡീഷണൽ ഫ്ലേവർ തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തിട്ടുള്ളതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ദാറ്റ് ഈസ് നമ്മുടെ ഫിഷും ഈ മസാലയും എല്ലാം കൂടെ നമ്മുടെ ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഓവനിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്ത് വരണം. അപ്പോഴത്തേക്കാണ് ഇത് രണ്ടും കൂടെ മിക്സായിട്ടൊരു അടിപൊളി ഒരു ടേസ്റ്റിലോട്ട് പോകുന്നത്. സോ അതിനായിട്ട് നമ്മളൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് പകുതി മസാല നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആദ്യത്തെ ലെയറിൽ കുറച്ചേറെ മസാല എടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷിൻ്റെ മുകളിലത്തെ ലെയർ എനിക്ക് കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം, ഒരു മസാല വേണം എന്നുണ്ടെങ്കിൽ 1.5 സവോളയ്ക്ക് വരെ നമുക്ക് 2 സവോള എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഫിഷ് പീസസുകളെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാല വീണ്ടും ആ ഫിഷിൻ്റെ മുകളിലത്തെ ലെയറിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഭയങ്കര നമുക്ക് നല്ല യൂഷ്വലി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നും അല്ല ഗ്രേവിയുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോഴത്തേക്കിന്. ശരിക്കും ഇതിന് മുകളിൽ നമ്മളൊരു തേങ്ങാപ്പാലും കൂടെ ഒക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഭയങ്കര റിച്ച് ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കേണ്ടതാണ്. ഇനി ഒരു എക്സ്ട്രാ ഡെക്കറേഷനും അതുപോലെ തന്നെ ഈ മസാലയ്ക്ക് ഓവറോൾ ഒരു ക്രഞ്ചിനെസ് നമ്മൾ കഴിക്കുന്നതിനിടയിൽ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിരുന്ന കാഷ്നട്ട് ഞാൻ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത് കാഷ്നട്ട് ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യുക. ഇത് നമുക്കൊരു അഡീഷണൽ ഫ്ലേവർ തരുന്നത്, അതുപോലെ തന്നെ കാണുമ്പോഴും നല്ലൊരു ലുക്ക് തരാനും ഹെൽപ്പ് ചെയ്യും. ശേഷം മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് നമ്മുടെ ഈ വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് അതിനെ ഒന്ന് കെട്ടണം. അപ്പം എനിക്കിത് പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ വെച്ചിരിക്കുന്ന ഇല ഒന്ന് ഗ്യാസ് ഫ്ലെയിമിൽ കാണിച്ചിട്ട് വാട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. വാഴനാര് തന്നെ വെച്ചിട്ട് നമ്മളതൊന്ന് കെട്ടിയിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ഓവനിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ മോർഫി റിച്ച് ആൻഡ് ഓവനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ A4 എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഫിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാനിൽ ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. 2 സൈഡും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4 മിനിറ്റ്സ് ആണ് ഒരു സെറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ 2 തവണ വെച്ചിട്ടുണ്ട്. ടോട്ടൽ 8 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അടിപൊളി വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിന്. സോ അങ്ങനെ നമ്മൾ എടുത്തു. അപ്പോൾ ഇതെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ താഴെ പോകുമെന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഒരു ഔട്ട്കം കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ടടാ, ഒരു കാഷ്നട്ടും നമ്മുടെ ഫിഷും മസാലയും എല്ലാം കൂടെ ശരിക്കും കുക്കായിട്ട് നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. അപ്പം ജാഞ്ചുക്കുട്ടൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ കൊതിയെടുത്തിട്ടിരിക്കുകയാണ് വേണം വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവനാണ് ഫസ്റ്റ് പീസ് കൊടുത്തത്. സോ ഇത് ഭയങ്കര അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയണം. ഈ ഒരു ഫീഡ്ബാക്ക് അറിയണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ്. അപ്പം ഇതെൻ്റെ എന്തായാലും ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ താങ്ക് യു ഗൈസ്, ബൈ, ടേക്ക് കെയർ.